അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. എൻ്റെ ദൈവമേ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. ശത്രുക്കൾ എനിക്കെതിരായി വമ്പ് പറയാതിരിക്കട്ടെ. അങ്ങേ ശരണപ്പെടുന്നവരാരും ലജ്ജിക്കുകയില്ല. അധർമ്മികൾ അവരുടെ വ്യർത്ഥതയിൽ ലജ്ജിക്കും. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എന്നെ അറിയിക്കണമേ. അങ്ങയുടെ ഊടുവഴികൾ എന്നെ കാണിക്കണമേ. സത്യത്തിലൂടെ നടത്തി എന്നെ പരിശീലിപ്പിക്കണമേ. അങ്ങാണല്ലോ എൻ്റെ ദൈവവും രക്ഷകനും. എല്ലാ ദിവസവും അങ്ങേക്കായി ഞാൻ കാത്തിരിക്കും. കർത്താവേ, ആദ്യം മുതൽ ഞങ്ങളോട് കാണിക്കുന്ന അങ്ങയുടെ കൃപയും കാരുണ്യവും അനുസ്മരിക്കണമേ. എന്റെ ചെറുപ്പകാലത്തെ തെറ്റുകൾ അങ്ങ് ഓർക്കരുതേ. അങ്ങയുടെ കാരുണ്യാധികത്താൽ എന്നെ ഓർക്കണമേ. ദൈവമേ, അങ്ങ് കൃപാനിധിയാണല്ലോ. കർത്താവ് നല്ലവനും നീതിമാനുമാകുന്നു. പാപികളെ നേർവഴിയിൽ നയിക്കുന്നു. വിനീതരെ നിയമത്തിന്റെ വഴിയിൽ നടത്തുന്നു. ദരിദ്രരെ തന്റെ മാർഗം പഠിപ്പിക്കുന്നു. കർത്താവിന്റെ ഉടമ്പടിയും നിയമവും തേടുന്നവർക്ക് അവിടുത്തെ വഴികളെല്ലാം കൃപയും സത്യവുമാകുന്നു. കർത്താവേ, എന്റെ ദുഷ്ടതയുടെ ആധിക്യത്തിൽ നിന്ന് തിരുനാമത്തെ പ്രതി എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തെ ഭയപ്പെടുന്നവനാരാണ്? താൻ തിരഞ്ഞെടുത്ത മാർഗം കർത്താവ് അവനെ പഠിപ്പിക്കും. അവന്റെ ആത്മാവ് കൃപയിൽ വസിക്കും. അവന്റെ സന്തതി ഭൂമി അവകാശമാക്കും. കർത്താവിന്റെ ചിന്ത തന്റെ ഭക്തരെ കുറിച്ചാകുന്നു. തന്റെ ഉടമ്പടി അവിടുന്ന് അവർക്ക് വെളിപ്പെടുത്തുന്നു. എന്റെ കണ്ണുകൾ സദാ കർത്താവിങ്കിലേക്കാണ്. അവിടുന്ന് എന്റെ പാദങ്ങൾ കെണിയിൽ നിന്ന് മോചിക്കും.
കർത്താവേ, എന്നിലേക്ക് തിരിയണമേ, എന്നോട് കരുണ കാണിക്കണമേ. ഞാൻ ഏകാകിയും നിസ്സഹായനുമാകുന്നു. എന്റെ ഹൃദയവിധകൾ ഏറെയാകുന്നു. ക്ലേശങ്ങളിൽ നിന്ന് എന്നെ മോചിക്കണമേ. എന്റെ അധ്വാനവും അടിമത്തവും പരിഗണിക്കണമേ. എന്റെ പാപങ്ങളെല്ലാം പൊറുക്കണമേ. എന്റെ വൈരികൾ വർദ്ധിച്ചിരിക്കുന്നു. അവർ എന്നെ കഠിനമായി വെറുക്കുന്നു. എന്റെ ആത്മാവിനെ കാക്കണമേ, എനിക്ക് മോചനമേകണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. അങ്ങേ ഞാൻ നോക്കി പാർത്തതിനാൽ പരമാർത്ഥ ഹൃദയരും നിഷ്കപടരും എന്നോട് ചേർന്നു. ദൈവം ഇസ്രായേൽ ജനത്തെ എല്ലാ മർദ്ദകരിൽ നിന്നും രക്ഷിച്ചു. കർത്താവേ, എനിക്ക് ന്യായം നടത്തി തരണമേ. ഹൃദയ പരമാർത്ഥതയിൽ ഞാൻ വ്യാപരിക്കുന്നു. അങ്ങിൽ ആശ്രയിക്കുന്നതിനാൽ ഞാൻ ചഞ്ചലപ്പെടുകയില്ല. അങ്ങ് എന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യണമേ. എന്റെ ശരീരവും ഹൃദയവും പരിശോധിക്കണമേ. അങ്ങയുടെ കാരുണ്യം എന്റെ കൺമുമ്പിലുണ്ടല്ലോ. ഞാൻ വിശ്വസ്തതാപൂർവം വ്യാപരിക്കുന്നു. ദുഷ്ടരോടൊപ്പം ഞാൻ ഇരുന്നില്ല, ദുഷ്കർമ്മികളുടെ സംസർഗം തേടിയില്ല. അധർമ്മികളുടെ സംഘത്തെ ഞാൻ വെറുക്കുന്നു. ഭോഷരോടൊപ്പം ഞാൻ വ്യാപരിച്ചില്ല. കർത്താവേ, ഞാൻ കൈകൾ കഴുകി നിർമ്മലമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. അങ്ങയുടെ സ്തുതിയുടെ സ്വരം കേൾപ്പിക്കുന്നതിന് അത്ഭുത പ്രവൃത്തികൾ വിവരിക്കുന്നതിനുമായി തന്നെ. കർത്താവേ, അങ്ങയുടെ ആലയത്തിലെ ശുശ്രൂഷയും അങ്ങയുടെ മഹത്വം കുടികൊള്ളുന്ന സ്ഥലവും ഞാൻ ഇഷ്ടപ്പെടുന്നു. പാപികളോടുകൂടെ എന്നെ നശിപ്പിക്കരുതേ. രക്തദാഹികളോടുകൂടെ എന്റെ ജീവൻ അടയ്ക്കരുതേ. അവരുടെ കൈകളിൽ വഞ്ചനയാണ്, വലം കൈ നിറയെ കൈക്കൂലിയും. ഞാനോ ഹൃദയ പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നു. എന്നെ രക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. നേർവഴിയിൽ ഞാൻ കാലുറപ്പിച്ചിരിക്കുന്നു. സഭയിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തും. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എന്റെ ജീവന്റെ ശക്തിയാകുന്നു. ആരുടെ മുമ്പിൽ ഞാൻ പരിഭ്രമിക്കണം? ദുഷ്ടരും എതിരാളികളും വിരോധികളും എന്നെ വിഴുങ്ങാൻ സമീപിച്ചു. അപ്പോൾ അവർ ഒന്നടങ്കം മറിഞ്ഞു വീണു. എനിക്കെതിരെ സൈന്യവ്യൂഹം പാളയമടിച്ചാലും യുദ്ധമുണ്ടായാലും ഞാൻ ഭയപ്പെടുകയില്ല. പ്രത്യാശയുള്ളവനായിരിക്കും. ഒരു കാര്യം കർത്താവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതുതന്നെ ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് ജീവിതകാലം മുഴുവൻ കർത്താവിന്റെ ഭവനത്തിൽ വസിക്കണം. കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കണം. അവിടുത്തെ ആലയം സന്ദർശിക്കണം. ആകുലവേളയിൽ അവിടുന്ന് തന്റെ അരികിൽ എനിക്ക് അഭയമരുളും. തന്റെ കൂടാരത്തിന്റെ നിഴലിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തി നിർത്തും. എന്റെ വലയം ചെയ്തിരിക്കുന്ന വൈരികൾക്കുപരി ഇനിമേൽ എന്റെ ശിരസ് ഉയർന്നു നിൽക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ സ്തുതിയുടെ ബലികൾ അർപ്പിക്കും. അവിടുത്തെ ഞാൻ പാടിപ്പുകഴ്ത്തും. കർത്താവേ, ഞാൻ അങ്ങേ വിളിക്കുമ്പോൾ എന്റെ സ്വരം ശ്രവിച്ച് എന്നിൽ കനിയണമേ. എനിക്ക് ഉത്തരം അരുളണമേ. കർത്താവേ, എന്റെ ഹൃദയം അങ്ങയോട് സംസാരിക്കുന്നു. ഞാൻ അങ്ങയുടെ തിരുമുഖം തേടുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് തിരിക്കരുതേ. എന്റെ സഹായകനായ കർത്താവേ, അങ്ങയുടെ ദാസനായ എന്നെ കോപത്തോടെ ശിക്ഷിക്കരുതേ. എന്റെ ദൈവമേ, എന്റെ രക്ഷക, എന്നെ തിരസ്കരിക്കരുതേ. എന്നെ കൈവെടിയരുതേ. എന്റെ മാതാപിതാക്കൾ എന്നെ ഉപേക്ഷിച്ചു. കർത്താവാകട്ടെ എന്നെ സ്വീകരിച്ചു. കർത്താവേ, അങ്ങയുടെ മാർഗം എന്നെ പഠിപ്പിക്കണമേ. നേർവഴിയിലൂടെ എന്നെ നയിക്കണമേ. എന്റെ വൈരികൾക്ക് എന്നെ ഏൽപ്പിക്കരുതേ. എനിക്കെതിരായി കള്ളസാക്ഷികൾ അണിനിരക്കുന്നു. അവർ തിന്മ സംസാരിക്കുന്നു. ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിന്റെ നന്മ ദർശിക്കാനാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
കർത്താവിൽ ശരണപ്പെടുവേൻ. നിങ്ങളുടെ ഹൃദയം ശക്തി യാചിക്കട്ടെ. കർത്താവിൽ ആശ്രയിക്കുവേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിനെന്നും മഹത്വമുണ്ടായിരിക്കട്ടെ. കല്ലറ തന്നുടെ ബന്ധനമഖിലം ഭേദിച്ചുന്നത വിജയം നേടിയ നാഥാനീ, ലാസറിനോടായി ആജ്ഞാപിച്ചു ജീവൻ പുൽകി കബറിനു വെളിയിലണഞ്ഞിടാൻ. സ്വാതന്ത്ര്യത്തിൻ പുലരി വിരിഞ്ഞു കെട്ടുകൾ പൊട്ടിത്തകരുകയായി. കർത്താവേ, നിൻ മഹിമാവാൻ ശിഷ്യർക്കേകിയ വെളിപാടിൽ ബഹുമാനിതരായി തീർന്നവരെ, ദുഷ്ടന്മാർക്കോ അപമാനം ഇരുലോകങ്ങളിൽ ഒരുപോലെ. തിരുനാമത്തിനു കീർത്തനവും സ്തുതിയും ബഹുമതിയും. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ. മരണമടഞ്ഞൊരു സ്നേഹിതനാകും ലാസറിനുയരും ശക്തിയുമേകിയ കർത്താവേ, ആരാധകരാം ഞങ്ങളും ഇപ്പോൾ നിന്നിൽ തന്നെ പ്രത്യാശിപ്പോ സാമോദം. രക്ഷയുമുയരും മർത്തിനു നൽകാൻ കനിയണമേ നീ മിശിഹായേ. സർവരും ഒന്നായി നിന്നെ ഇതാ കാത്തു കഴിപ്പോ സാനന്ദം. തുണയായി നീ വന്നിടണമേ, നിൻ കൃപ വീണ്ടും അയക്കണമേ. വാഗ്ദാനങ്ങൾ നിറവേറാൻ കരുണക്കടലേ കർത്താവേ, ഇവരിൽ കനിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ, പുത്രൻ, റൂഹ എന്നീ മൂന്നാളുകളിൽ പാവനത്രിത്വം വാഴുന്നു. അജഗണമെല്ലാം വിശ്വാസമോടെ ഉദ്ഘോഷിപ്പു പാവന സത്യം ചിതമായി. പാപം നീക്കി കരുണയും അൻപും നൽകാൻ നീ കനിവാകേണം. ശാന്തിതമായ ദിനങ്ങൾ നീ ഏവർക്കും തന്നരുളേണം. ആനന്ദത്തിൻ സമയത്താൽ ദുഃഖത്തിൻ വിരിമാറ്റേണം. നിന്നുടെ സ്തുതികൾ ഘോഷിക്കും കിന്നരമായി ലോകത്തിൽ ഞങ്ങൾ രാജിക്കും. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ. പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ, കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയൊടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്നേഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്തന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ
നേടാൻ അർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങേ സ്തുതിക്കുകയും മനുഷ്യരങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്യയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവരേക്കാൾ ശ്രേഷ്ഠനാണ്. ഏത് ദൂതനോടാണ് നീ എൻ്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്ക് ജന്മമേകിയെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൈവം അരുളി ചെയ്തിട്ടുള്ളത്? വീണ്ടും തൻ്റെ ആദിജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. അവിടുന്ന് തൻ്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളും ആക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ പുത്രനെപ്പറ്റി പറയുന്നു, ദൈവമേ, അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. അങ്ങ് നീതിയെ സ്നേഹിച്ചു, അനീതിയെ വെറുത്തു. അതിനാൽ അങ്ങയുടെ സ്നേഹിതരേക്കാൾ അധികമായി സന്തോഷത്തിൻ്റെ തൈലം കൊണ്ട് അങ്ങയുടെ ദൈവം അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവെ, ആദിയിൽ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം അങ്ങയുടെ കരവേലയാണ്. അവയൊക്കെ നശിക്കും, അങ്ങ് മാത്രം നിലനിൽക്കും. വസ്ത്രം പോലെ അവ പഴകിപ്പോകും, മേലങ്കി പോലെ അങ്ങ് അവയെ മടക്കും. വസ്ത്രം പോലെ അവ മാറ്റപ്പെടും, എന്നാൽ അങ്ങേക്ക് മാറ്റമില്ല. അങ്ങയുടെ വത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപീഠമാക്കുവോളം എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ഏതു ദൂതനോടാണ് എപ്പോഴെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തൻ്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.